ഇപ്പോൾ പെൻഷൻ സംരംഭങ്ങളുടെ കാലമാണ്. പക്ഷേ ഈ പെൻഷൻ സംരംഭങ്ങളെല്ലാം CPMകാരുടെ ആണെന്ന് മാത്രം. അതെല്ലാം അവർക്ക് തലവേദനയാവുന്ന കാലഘട്ടമാണ് ഇതെന്ന് വ്യക്തം. നേതാക്കളുടെ ഭാര്യമാർക്ക് മാത്രം എവിടെ നിന്ന് എത്രമാത്രം പെൻഷൻ തുക കിട്ടുന്നത് അത് മനസ്സിലാകാത്ത ചോദ്യമാണ്. ഇതിപ്പോൾ EP ജയരാജന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യമാർക്കാണ് ഇതിനു മാത്രം പെൻഷൻ കിട്ടിയതെന്നതും ഓർക്കണം. എല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇവരെ കുഴയ്ക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ബംഗളൂരിൽ ആരംഭിച്ച IT കമ്പനിയായ എക്സാലോജിക്കും LDF കൺവീനർ EP ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ റിസോർട്ടായ വൈദേകവും ഭാര്യമാർ വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഈ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചതെന്നതാണ് ഇരു നേതാക്കളുടെയും വിശദീകരണം. രണ്ട് സ്ഥാപനങ്ങൾക്കുമെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചെങ്കിലും CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒതുക്കിയെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് 2021 തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അന്വേഷണവും നടപടിയും ഉണ്ടായില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. CPM നേതാക്കളുടെയും ഉറ്റവരുടെയും സ്വത്ത് വിവരങ്ങളും സംരംഭങ്ങളും പാർട്ടിയെ അറിയിച്ചിരിക്കണമെന്നാണ് പാർട്ടി മാർഗരേഖ. എന്നാൽ പിണറായിയോ ജയരാജനോ ഈ സംരംഭങ്ങൾ സംബന്ധിച്ച പാർട്ടിക്ക് വിശദാംശങ്ങൾ നൽകിയതായി വിവരമില്ല. വീണ AKG സെന്റർ മേൽവിലാസമാക്കി ബംഗളൂരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തതെങ്ങനെയെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. പിണറായി വിജയനുമായും EP ജയരാജനുമായി ബന്ധപ്പെട്ട ബിസിനസ് ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യമല്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിദേശത്ത് വൻ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായെന്നും EP ജയരാജന്റെ മകൻ ജെയ്സന് UAEയിലെ റാസൽ ഖൈമയിൽ ഇന്ധന റിഫൈനറി ഉണ്ടെന്ന് ആരോപിച്ചതും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷാണ്. തെളിവുകൾ കയ്യിലുണ്ടായെന്ന് സ്വപ്ന പറഞ്ഞിട്ടും അത് നിഷേധിക്കാനോ നിയമ നടപടിക്കോ ഇരു നേതാക്കളും തയ്യാറായില്ല. UAEയിലെ ബിനാമി കമ്പനി വഴിയുള്ള ഇറക്കുമതി ഇടപാടിന് സഹായം തേടി ജെയ്സൺ താനുമായി ചർച്ച നടത്തി. ജെയ്സണുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷ് അപ്പോൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പോലീസിന് ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഇടപാടിനാണ് ജെയ്സൺ ചർച്ച നടത്തിയത്. ഇക്കാര്യത്തെക്കുറിച്ച് EP ജയരാജനും അറിയാമായിരുന്നെന്നും ആഭ്യന്തര വകുപ്പിന് ഇതിൽ നിന്ന് ഒഴിവാക്കി സ്വന്തം നിലയ്ക്ക് ചെയ്യാനാണ് ജെയ്സൺ തീരുമാനിച്ചതെന്നും സ്വപ്ന പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് വന്നത്. ഇതിനുശേഷം ഇടപാടിന് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല എന്നും സ്വപ്ന പറഞ്ഞിരുന്നു. മൊറാഴിയിലെ വൈദേകം റിസോർട്ടിൽ EP ജയരാജന് സാമ്പത്തിക ഇടപാടുണ്ടെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഈ ബന്ധത്തിലെ പുതിയ വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിന് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായി ബന്ധമുണ്ടെന്ന രീതിയിലേക്ക് വരെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. എന്തു തന്നെയായാലും EPക്ക് പിണറായിക്കും കണക്കിൽപ്പെടാത്ത സ്വത്തുക്കളുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞുവെന്നാണ് പുറത്തുനിന്ന് വരുന്ന ആരോപണങ്ങൾ. ഇതിന്റെ എല്ലാം കേസുകൾ ഇവരെ ഇപ്പോൾ വിടാതെ പിന്തുടരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇവർ ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറുമല്ല. വീണയുടെയും പിണറായിയുടെയും കേസുകളാണ് കുറച്ചു നാളുകളായി കേട്ടുവന്നിരുന്നത്. EPയുടെ വിവാദം താഴ്ന്നു നിൽക്കുകയാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പുലർത്തി BJP സ്ഥാനാർത്ഥികളെ പൊഴുത്തി EP പറഞ്ഞതോടെയാണ് EPയെക്കുറിച്ചുള്ള റിസോർട്ട് വിവാദം പുകഞ്ഞു തുടങ്ങിയതും പുറത്തു വന്നതും.